Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഒരുപക്ഷെ ലോകത്ത് തന്നെ 15,000 കലാകാരന്മാരും കലാകാരികളും ഒന്ന് രണ്ട് തട്ടുകളിൽ മത്സരിച്ച് ജയിച്ച് വന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ സ്കൂൾ കലാമേള ആയിരുന്നു. ഇതിനൊരു പ്രത്യേകത, സ്കൂൾ തലം മുതൽ ഇതിന്റെ മത്സരം ആരംഭിക്കുകയാണ്. അത് സംസ്ഥാന തലം വരെ എത്തുകയാണ്. ഒരു കാര്യം ഗവൺമെന്റ് തിരിച്ചറിയുകയാണ്, വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ ഡാൻസ് രംഗങ്ങളിലും മറ്റൊക്കെ തന്നെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകും. അതെങ്ങനെ പരിഹാരം കാണണമെന്ന് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ജനകീയ കമ്മിറ്റികളെ ഒരുമിച്ച് ഇതിനാലോചിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ തൃശ്ശൂർ പൂരം ലോകത്തെമ്പാടുള്ള തന്നെ മലയാളികൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുവിലൊരു ശ്രദ്ധ കിട്ടുന്ന മഹോത്സവമാണ്. അപ്പം പൂരമെല്ലാം കണ്ടും നടത്തിയും പരിചയമുള്ള നമ്മുടെ സംഘടന സമിതിയിൽ ചേർന്ന രാജൻ മന്ത്രി പോലുള്ള ജനപ്രതിനിധികളുടെ സഹായം വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറ്റമറ്റതായ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി സഹായം ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുക. മാനേജ്മെന്റുകളല്ല, സ്കൂൾ മാനേജ്മെന്റുകൾ, എയ്ഡഡ് മാനേജ്മെന്റും അൺഎയ്ഡഡ് മാനേജ്മെന്റും ഗവൺമെന്റ് സ്കൂളുകളുടെ മാനേജ്മെന്റെല്ലാം പൂർണ്ണ സഹകരണമാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് സ്വർണ്ണക്കപ്പനെ വരവേൽക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് വന്ന് തൃശ്ശൂരെത്തിയതാണ്. അത്യുജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ഓരോ സ്ഥലത്തും കിട്ടിയിട്ടുള്ളത്. കാര്യം അപ്പീൽ അടക്കം പച്ചുവറ്റാൽ 15,000 നടക്കുക. കാരണം നാളെ വൈകുന്നേരം നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. കാരണം 15,000 പേര് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അക്കോമഡേഷൻ സെന്റേഴ്സുകളിൽ ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് എല്ലാ സ്ഥലത്തും കഴിഞ്ഞ ഉത്സവത്തിനൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുട്ടികൾക്ക് തലേണ, മെത്ത, ഷീറ്റ് ഈ നിലയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് സ്കൂൾ അധികാരികളും എല്ലാം പങ്കാളികൾ വഹിക്കുന്നത്. പഴയ നമ്പൂതിരിയാണ് വർഷങ്ങളായി ഭക്ഷണം പാചകം ചെയ്യുന്നത്. അത് പഴയ നമ്പൂതിരിക്ക് ഞങ്ങൾ കൊടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതല്ല. ഓപ്പൺ ടെൻഡറിലൂടെ വരുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. ഇന്ന് ഞങ്ങളാണ് പോയി പാലക്കാച്ചി പായസം എല്ലാം കഴിച്ചു. നാളെ ഒരു പ്രത്യേക പായസം ഉണ്ടെന്നാണ് പറയുന്നത്. രഹസ്യമായിട്ട് ചെയ്യുന്നത്. ജഡ്ജസിന് പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. 3 ടേബിൾ കൂടുതൽ തുടർച്ചയായിട്ട് വരുന്നവർ ഒഴിവാക്കുന്നുണ്ട്. ജഡ്ജിമാരിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ജഡ്ജസിന്റെ മുഴുവൻ പേര് ലിസ്റ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു. സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കരണം ഇന്ന് ഞങ്ങൾ കണ്ണൂർ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുകളൊക്കെ പൂർത്തിയായി. നാളെ രാവിലെ 9 മണിക്ക് കൃത്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നമ്മുടെ 64ാമത് സ്കൂൾ യൂണിവേഴ്സിറ്റിയുടെ പതാക ഉയർത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ കുട്ടികൾക്ക് എലഞ്ഞിത്തറമേളം പോലും കാണാനുള്ള ആഗ്രഹം ധാരാളമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. എലഞ്ഞിത്തറമേളത്തിന് ഉപയോഗിക്കുന്ന നാഗം പാണ്ഡ്യാണ്. അപ്പോൾ കിഴക്കൂട്ട് കന്യന്മാരാണ്, പറമ്പേക്കാവ് ദേവസ്വത്തിന്റെ പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് കന്യന്മാരാണ്. തിരുവമ്പാടി പൂരത്തിന്റെ പ്രമാണിയായിട്ടുള്ള കൃഷ്ണരി കുട്ടന്മാരാലും ചേർന്ന് 2 പ്രമാണികൾ ഒരുമിച്ച് നിന്ന് അതിഗംഭീരമായിട്ടുള്ള പാണ്ഡ്യമേളം, 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡ്യമേളം രാവിലെ ഈ സ്കൂൾ യൂണിവേഴ്സിറ്റിന്റെ കലാകാരന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് കുടമാറ്റത്തിന്റെ നാടുകൂടിയാണ് കേരളം എന്നുള്ളതുകൊണ്ട്, തൃശ്ശൂർ എന്നുള്ളതുകൊണ്ട് 64 പറഞ്ഞപ്പോൾ കിട്ടാറുണ്ട് 10 കുടകൾ അതിന്റെ ഭാഗമായി ഉയർത്തി ആളുകളെ സ്വാഗതം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പായി കലാമണ്ഡലം ടീം അവതരിപ്പിക്കുന്ന
പ്രശസ്ത ഗാനരചയിതാവ് വി കെ ഹരിനാരായണൻ എഴുതി മണികണ്ഠൻ അയ്യപ്പ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഗാനത്തോടുകൂടി കലാമണ്ഡലത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സ്വാഗതഗാനം. അതിനുശേഷം വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അത്തേനാടോടെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം. Thank you.